പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ സൈന്യ ബലത്തോടെ പുറപ്പെട്ട അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബായെ വളഞ്ഞു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ രബായെ പിടിച്ചു നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്നെടുത്തു. അതിന്റെ തൂക്കം 1 താലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിൽ രത്നങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി. ഇങ്ങനെ ദാവീദ് അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിന്റെ ശേഷം ഗസേരിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹൂഷാത്യനായ ശിബേഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീരിന്റെ മകനായ എൽഹാനാൻ ഹിത്യനായ ഗോലിയാത്തിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായകനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരളും ഓരോ കാലിന് 6 വിരളും ആകെ 24 വിരൽ ഉണ്ടായിരുന്നു. അവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമെയയുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു. ഇവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവർ ആയിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കൈയാൽ പട്ടുപോയി. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.